കേരളത്തിന്റെ നമ്പർ 1 പൊതുജനാരോഗ്യ സംവിധാനം ഗുരുതരമായ തകർച്ച നേരിടുകയാണെന്ന ഞെട്ടിക്കുന്ന സത്യമാണ് സമീപകാല സംഭവങ്ങളിലൂടെ വ്യക്തമാകുന്നത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ നിഷേധിക്കപ്പെട്ട് കൊല്ലം പന്മന സ്വദേശി വേണു മരിച്ച സംഭവം ഈ തകർച്ചയുടെ ഏറ്റവും വലിയ തെളിവാണ്. നായയെ നോക്കിക്കാണുന്ന കണ്ണുകൊണ്ടുപോലും ഇവിടെ രോഗികളെ തിരിഞ്ഞു നോക്കുന്നില്ല എന്ന് മരണത്തിന് തൊട്ടുമുമ്പ് വേണു സുഹൃത്തിനയച്ച ശബ്ദ സന്ദേശം സാധാരണ പൗരന്റെ ജീവന് ഭരണകൂടം കൽപ്പിക്കുന്ന വിലയെക്കുറിച്ചുള്ള ഗുരുതരമായ ചോദ്യമാണ് ഉയർത്തുന്നത്. ആരോഗ്യവകുപ്പിന്റെ സിസ്റ്റം വെന്റിലേറ്ററിലാണെന്ന പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ വിമർശനത്തിന് അടിവരയിടുന്നതാണ് വേണുവിന്റെ കുടുംബത്തിന്റെ ആരോപണം. അദ്ദേഹത്തിന് അടിയന്തര വിദഗ്ധ ചികിത്സകൾ ലഭിച്ചില്ല. എന്ത് ന്യായീകരണങ്ങൾ മെഡിക്കൽ കോളേജ് അധികൃതർ ഉയർത്തിയാലും ആരോഗ്യവകുപ്പിൽ അടിക്കടി ഉണ്ടാകുന്ന ആരോപണങ്ങൾ ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ കെടുകാര്യസ്ഥതയാണ്. മരുന്നില്ല, ശസ്ത്രക്രിയാ ഉപകരണങ്ങളില്ല തുടങ്ങി ഗുരുതരമായ പ്രതിസന്ധിയിലേക്ക് ആരോഗ്യമേഖലയെ തള്ളിവിട്ടതിന് പൂർണ്ണ ഉത്തരവാദി ആരോഗ്യമന്ത്രിയാണെന്നും മന്ത്രി ഉടൻ രാജിവെക്കണമെന്നുമാണ് പ്രതിപക്ഷ നേതാവിന്റെ ആവശ്യം. വേണുവിന്റെ വീട് സന്ദർശിച്ച കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തല കുടുംബത്തിന് നീതി ലഭിക്കുന്നതുവരെ കൂടെയുണ്ടാകുമെന്ന് ഉറപ്പ് നൽകി. പ്രതിപക്ഷ ആരോപണങ്ങൾ ശക്തമാകുമ്പോഴും ഭരണകൂടം നിഷേധാത്മകമായ സമീപനം സ്വീകരിക്കുന്നത് സിസ്റ്റത്തിന്റെ മൊത്തത്തിലുള്ള തകർച്ചയായി തന്നെ കണക്കാക്കേണ്ടി വരും. സാധാരണക്കാരന്റെ ജീവന് വില കൽപ്പിക്കാത്ത ഈ കെടുകാര്യസ്ഥത ഭരണഘടനാപരമായ കടമയോടുള്ള സർക്കാരിന്റെ അനാസ്ഥ തന്നെയാണ് വെളിപ്പെടുത്തുന്നത്.